കൊച്ചി കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ICUവിൽ ഉണ്ടായിരുന്ന 3 കുട്ടികളിൽ നിന്ന് ഒരാളെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ഇവർക്ക് പുറമെ ഇന്നലെ മുതൽ തന്നെ 3 വിദ്യാർത്ഥികൾ കൂടി നിരീക്ഷണത്തിലാണ്. സഹിൻ ആന്റണിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സഹിൻ, ഗുഡ് മോർണിംഗ്. കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്ന് പറയുന്നത് അതെ, ഗുഡ് മോർണിംഗ്. ഈ കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്ന് പറയുന്നത് ആശ്വാസകരമായ കാര്യം. അതിൽ ഒരാളെ വാർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത് അത്രയേറെ ആശ്വാസവും സന്തോഷവും ഒക്കെ നൽകുന്ന കാര്യം. പക്ഷേ അപ്പോഴും ആശങ്കയുള്ളൊരു കാര്യം സഹിൻ, 2-3 പേരെയും കൂടി ഈ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് സേതു. എന്തായാലും 3 കുട്ടികൾക്കായിരുന്നു മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചിരുന്നത്. അതിൽ തന്നെ 3 പേരും ICUവിലായിരുന്നു. ഇന്നലെ ഒരാളെ റൂമിലേക്ക് മാറ്റി എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയാണ്. 2 പേർ ഇപ്പോഴും ICUവിൽ തുടരുകയാണ്. പക്ഷേ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി അത് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് 3 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതെന്തായാലും ആ കുട്ടികൾ കൂടി ഇപ്പം നിരീക്ഷണത്തിലേക്കായിരിക്കുകയാണ്. അതായത് കൂടുതൽ കുട്ടികൾ നിരീക്ഷണത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ രോഗം ബാധിച്ച ആളുകളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരികയാണ്. മാത്രമല്ല ഇതിൽ ഇന്നലെ തന്നെ സ്കൂൾ ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഒരാഴ്ചത്തേക്ക് സ്കൂൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പരീക്ഷകളെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നലെ നഗരസഭയും കൂടാതെ ജില്ലാ ആരോഗ്യ വിഭാഗവും എല്ലാം സ്കൂളിൽ പരിശോധനയും നടത്തിയിരുന്നു. സ്കൂളിൽ നിന്നും കൃത്യമായ വിശദീകരണവും വാങ്ങിയിരുന്നു. അവിടെയെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സ്കൂള് ചില കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളതായിരുന്നു ഈ രക്ഷിതാക്കളുടെ എല്ലാം ആരോപണം ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ നടന്നിട്ടില്ല. കാരണം മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെയാണ് ഈ കുട്ടിക്ക് അസുഖമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടുകൂടി തന്നെ സ്കൂൾ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യ വിഭാഗത്തിലും അതുതന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടി സഞ്ചരിച്ച ബസ്സിൽ നിരവധി മറ്റു കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ അവരുടെ മാതാപിതാക്കളാണ് ഇത്തരത്തിലുള്ളൊരു ആശങ്ക പറയുന്നത്. അതിൽ ഒരു കഴമ്പുമില്ല എന്നുള്ളത് തന്നെയാണ് ഈ സ്കൂൾ അധികൃതരുടെ വാദവും. ഏതായാലും ഇപ്പോൾ നിലവിൽ 9 കുട്ടികൾക്കാണ് രോഗലക്ഷണങ്ങളുള്ളത്. 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഈ 3 പേരുടെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെട്ടതാണ്. ബാക്കി 9 പേരും നിരീക്ഷണത്തിലുമാണ്. സേതു, സഹിൻ, അതിനൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ കടുത്ത ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോഴും രോഗവ്യാപനം ഇപ്പോൾ കുറച്ചധികം കുട്ടികളിലേക്കൊക്കെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിനെ പ്രത്യേക ഒരു മെഡിക്കൽ സംഘത്തേക്ക് രൂപീകരിച്ച് കൂടുതൽ ഈ വിഷയത്തെ ഗൗരവമായി എടുത്തുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ടോ? വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. അവർ സ്കൂളിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ സംഘം സ്കൂളിലെത്തുകയും കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഓരോ കുട്ടികളെയും വ്യക്തിപരമായി തന്നെ ഓരോ കുട്ടികളെയും കാണുന്നതിന് വേണ്ട നടപടികളും ആരോഗ്യ വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർമാരുടെ ഒരു സംഘം ഒരു ഭാഗത്ത് പരിശോധന നടത്തുന്നുണ്ട്. സ്കൂൾ അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും മാതാപിതാക്കൾക്ക് ചില ആരോപണങ്ങളുള്ളത്. സ്കൂൾ വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നില്ല, മാതാപിതാക്കളെ കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നലെ അവിടുത്തെ പ്രിൻസിപ്പൽ, സെൻറ്റ് പോൾസ് ഇൻ്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞ ഒരു വിശദീകരണം, ഇത് കുട്ടികളുടെ രക്ഷിതാക്കളെയും ഭയപ്പെടുത്തേണ്ടതില്ല എന്ന് കരുതിയാണ് ഈ കാര്യങ്ങൾ ആദ്യം അറിയിക്കാതിരുന്നത്. എന്നാൽ പിന്നീട് ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം മറ്റു കുട്ടികൾ നിരീക്ഷണത്തിലേക്ക് പോയതോടുകൂടി ഇക്കാര്യം എല്ലാവരെയും അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പരീക്ഷകളും ഒപ്പം തന്നെ ക്ലാസ് നിർത്തിവെക്കുകയും പരീക്ഷകൾ മാറ്റിവെക്കുകയും എല്ലാം ചെയ്തത് ഇതേ തുടർന്നാണെന്നാണ് പ്രിൻസിപ്പളുടെയും വിശദീകരണം. ശരി സഹിൻ, വ്യക്തമാണ് കുട്ടികളിൽ ഈ മെനിഞ്ചൈറ്റിസ്. ഓക്കെ സഹിൻ.